അത് ശരി. പുലരാൻ നേരത്ത് പോയാൽ മതി, ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വലിയ തിരക്ക് അഭിനയിച്ചിട്ട് എനിക്കറിയാം പോവാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ശരിയാ, അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടന് മനസ്സ് തോന്നണില്ല. ഇതിന്റെ ഉള്ളിൽ ഉണക്കമുന്തിരി നിറച്ചു വെച്ചേക്കല്ല. ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ 2-3 വെടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരേട്ടന്റെ ഒരു സൂക്കേസ് ഉണ്ടായില്ലേ, അതേവിടെ വെച്ചേക്കണേ? സീരിയല് തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഇനി ഞാൻ ആ മുടി അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് ചുമരിലടിച്ച് നെറ്റി പൊട്ടി ചോര ഒലിക്കുമ്പോ പറയും, എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഡോണ്ട് വേ. ആ പണിക്കരുടെ കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടത്തി ചേച്ചിയെ. ഈ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം, സേഫായിട്ട്, ആരും കാണാതെ. തുറക്കല്ലേ? അങ്ങേര് ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി. അതുകൊണ്ട് എന്തായി? 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി. മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ടെൻഷൻ അടിക്കണ്ട. ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ. ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ടേ പണിക്കര് കെട്ടിപ്പോക്കിയ വലിയൊരു ബ്ലേഡ് കമ്പനിയില്ലേ, അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണുണ്ടേ. ബില്ല് കണ്ടപ്പോ ദേ കിടക്കണ കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട്. അവാർഡ് കിട്ടാണ്ടൊന്നല്ല, ടേവാർഡിലെ ബില്ലടക്കണ്ടേ. പാവങ്ങളാ അവറ്റകളപ്പൊ എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പണിക്കര് ഈ പെട്ടിയിലിരിക്കുന്ന കാശെടുത്ത് അവിടുത്തെ പെട്ടിയിലിട്ടാൽ അവറ്റകൾക്ക് ആശുപത്രിയിൽ നിന്നും വരാം. ഈ ബ്ലാക്ക് ഇത്തിരി വൈറ്റ് ആവും. സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും. എന്തേ മറന്നു നന്നായി. ഇപ്പോഴൊരു കാര്യം ആലോചിച്ചേ. ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ ആ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യണ ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സർവീസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ആലോചിച്ചിട്ട് മതി. പോട്രാ സിഐഡി മൂസേ. ആശുപത്രി കൊടുത്തത് പോട്ടെ, ബാക്കി ഉണ്ടായിരുന്നില്ല ഇമ്മിണി കാശി. അത് പൊതിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം. അല്ലാതെന്താ? കള്ളപ്പണം മോഷ്ടിക്കാം, ചെലവാക്കാൻ പാടില്ല അല്ലേ? ഏതായാലും കള്ളനെന്ന് പേരുണ്ട്. എന്നാ പിന്നെ സ്ഥിരം ദൂരേക്ക് ജീവിച്ചൂടെ? ഈ പണിക്കരുടെ മാത്രം കക്കുന്നു. എന്തിനത്ര വാശി പിടിക്കണേ? അതെനിക്ക് മനസ്സിലാവത്തത്. എന്താ മിണ്ടാത്തെ? നിന്റെ കൊരവള്ളി പൊട്ടിയാ? ആണ്ടവൻ കക്കണേൽ ഒരു കാമ്പുണ്ട് മോനെ. സമ്പാദിച്ചു കൂട്ടാനാണെങ്കിൽ പണി വേറെ ഉണ്ടല്ലോ. പിന്നെ നീ കക്കണത് നാട് നന്നാക്കാനാണല്ലോ. എന്റെ ആണ്ടവാ, എല്ലു മുറിയെ കട്ട പല്ലു മുറിയെ പിന്നാ. നീ കേട്ടിട്ടില്ലേ? ഒക്കുന്ന കാലത്ത് കാപത്ത് കട്ട, ആപത്ത് കാലത്ത് പോലീസ് പൊക്കും, പോലീസ് പൊക്കും, പോലീസ് പൊക്കും. ആണ്ടവാ നിന്ന പോലീസ്. പോലീസ് പൊക്കും. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലീസ് സ്റ്റേഷൻ ഒഴിവൊന്നുമില്ലേ? നീയൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഒരു ദിവസവും പോലീസിനെ വല്ല കുടുങ്ങും. സാറ് അനാവശ്യം പറയരുത്. ഞാൻ അവനെ കണ്ട് ഒരുപാട് നാളായി. ആരാണ്? ഓ, സാറിന് എന്താ അറിയാത്ത പോലെ. ഏതായാലും അധികം നാൾ അവൻ ഒളിച്ചിരിക്കാൻ പറ്റുന്ന തോന്നല്ല. പോലീസിനോട് അവന്റെ കളി. എന്റെ സർവീസ് ഇന്നത്തോടെ തീർന്നു. പക്ഷെ ഇനി വരാൻ പോണ ആളുണ്ടല്ലോ, അത്ര പെട്ടെന്ന് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോടാ. അവനെങ്ങാൻ ആ ചേരിയിൽ വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഒറ്റ എണ്ണത്തിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? ആ എന്നാ പോ. ജീപ്പെടുക്കണോ? ഇപ്പോ ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ള ഏമാമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണത്രേ. ഇനി അധികകാലം കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന്. പിച്ചക്കാരും തട്ടുകടക്കാരും ഒഴിവാക്കിയ നഗരം നന്നാവുന്ന സർക്കാർ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ പറ്റുമപ്പാ, നമുക്ക് നോക്കാം. നീ ചുമ്മാതിരി. നാളെ പുതിയ SI ചാർജ് എടുക്കല്ലേ? മിനിമം 4 ദിവസം നമ്മുടെ കച്ചവടം സ്വാഹ. പുതിയ SI ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാലല്ല അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല. ഓട്ടറ കൊണ്ടുപോയ നായിന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല. 2 ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പ കക്കും. എന്റെ അല്ലാ, 100 രൂപ ബീഫും പോകട്ടെയാ പക എടുത്തിട്ട് പോയത്. ഒന്ന് പോട്ടെ മൈനെ. എന്ത് പോട്ടേന്ന്? ഒരു പൊതി കൂടി എടുത്തേ.
മാത്രം വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ ദാ, എന്തിനാ കരയണേ? മോൻ കരയണ്ട കേട്ടോ. മോൻ ആരും ചീത്ത പറയണ്ട. ഓ ഒക്കത്തെടുത്ത് വെച്ചിട്ട് കുപ്പിപ്പാലിയായിട്ട് അവിടെ തൊള്ളയിലേക്ക്. മോന്റെ വീട് എവിടെയാ? കുരുത്തക്കേന്റെ കൂടപ്രഭാണ്ടത്. മോന്റെ അച്ഛനോ? അച്ഛൻ ഇല്ല, അമ്മ? അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അത് ശരി, അത്ര കുരുത്തുള്ള വിത്താവും. വേണ്ടവാ, ഇപ്പൊ തന്നെ നീ അവിടെ 3-4 കൊണ്ടിട്ടുണ്ട്. പോരാണ്ട ഈ കുരിശി നീ വിട്ടേ. സാറില്ല കേട്ടോ. അപ്പൊ എന്റെ ബസ് 5ാമത് പെറ്റൂന്ന് അർത്ഥം. ഈ വണ്ടി തള്ളു. सब है पता, देख मुझे सब है पता. ഈ ഒടുക്കത്തെ കുടി വലി നിർത്താണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അത് ഉറപ്പാ. എടി പാൽക്കര കുടിക്കുന്നത് സങ്കടം കൊണ്ടാ. ഇത് കണ്ട ഇടനെഞ്ച് കിടന്ന് പൊട്ടയാണ്, എനിക്കറിയാമോ? എന്റെ ഗൽബിൽ നീയാണ്, എന്റെ ഗൽബിൽ നീയാണ്. തുടങ്ങിയല്ലേ നിന്റെ വാങ്ങുകളെ? എടാ എനിക്കറിയാടാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണെന്ന്. വെറുതെ ചവിട്ട് ഞാൻ. എടാ എടുത്തോണ്ട് പോണ ഈ സാധനത്തിനാ. എടാ എനിക്ക് വേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാനൊരു പുതിയ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ആദ്യം പുതിയ ഓടിച്ച് പഠിച്ചോളാടാ. ഒന്ന് പോന്റെ ഭാസ്കര. എനിക്കറിയാതെ നിനക്ക് സൈക്കിൾ. നീ എന്താ പറഞ്ഞത്? ഞാൻ തൊണ്ടാ നീ കറുത്തു പോകുന്നല്ലേ? എടി ഞാൻ ആരുടെയൊക്കെ മോനും വണ്ടി വിടും. നിനക്കത് പറയാം. സ്വന്തം കാമുകി മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ട് അയലോക്കത്ത് കഴിയുമ്പോഴുള്ള വേദന നിനക്കറിയില്ല. ഭാസ്കരനോടാ നിന്റെ കളി. ഒരുപാട് നടക്കും. എവിടെ കഞ്ഞിനോട്? എന്താ പാടി തീർന്നില്ലേ? എന്നാ പതിവ് തെറ്റിക്കണ്ട, വലിക്കാനുള്ളത്. പോയി കിടന്നുറങ്ങ്. ആ ഫൈഡർമാനെ, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അവിടെ പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ പതുക്കെ. പതിവ് കോട്ട വന്നിട്ടുണ്ട്. ഒന്ന് വേണം വെക്കാതിരിക്കണ്ടോ? തിന്നണ സാധനത്തിന് മണം കിട്ടിയാ മതി. കുഴിച്ചിട്ടോടുന്ന എന്നിട്ട് വരും പഞ്ചാരങ്ങള്. ആണ്ടവാ, ഇവന് ഞാൻ അറിയും. നീ ആ മാർക്കന്റെ അപ്പുറത്തുള്ളല്ലേ? പറടാ. മതി മതി റാഗിങ്ങൊക്കെ. പിന്നെ പാലം പണിക്കോ അമ്മാച്ചിന്റെ പൂവിന്റെ പൊളിച്ചോടി പോയതാ. സാറില്ല കേട്ടോ, സാറില്ല. നിങ്ങൾ അത് എടുത്തുണ്ടോ കഴിച്ചേ? പോട്ടെ പോട്ടെ, സാറില്ല കേട്ടോ. ചേച്ചിക്ക് ഈ കുട്ടികള് ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലേ? നല്ല കാര്യായി. ഒരു രസമല്ലേ കുട്ടികള്? ദേഷ്യം വരുമ്പോ ഇത്താത്ത വല്ലതും പറയുന്നല്ലാണ്ട് അല്ലേ ഇത്താത്ത? അപ്പൊ ആ രസത്തിന്റെ ഇടയില് ഇവനും കൂടി ആവുമ്പോ ഭയങ്കര രസം. അവനെനിക്ക് തന്നെ കണ്ടവാ. ഒഴിവുള്ളപ്പോ എനിക്ക് മെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായില്ലോ. പക്ഷേ അതിന് ഒഴിവുണ്ടാവാവോ സരസുവിനെ? വാടാ. അല്ല സരസു, നിങ്ങളുടെ ആൾക്കാർ ടൗണിൽ വലിയ സമ്മേളനം തുടങ്ങാൻ പോണെന്ന് കേട്ടു. ഞാൻ നിങ്ങളുടെ പണിക്കും കിട്ടോ പെൻഷൻ? ഓ പിന്നെ ഇനി ആ പേരും പറഞ്ഞ് കുറെ കാശുണ്ടാക്കും ചിലര്. അല്ല ആണ്ടവൻ ഇനി രാത്രി തന്നെ മടങ്ങോ? മനസ്സിലായി. സല്ലാപൻ.com നിന്ന് മനുഷ്യന് ന്യൂനമർദ്ദം കൂട്ടാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കൂ സരസു. പോടാ. വന്നേ വാവാ. സ്ക്വാഡ് അറ്റൻഷൻ. പരേഡ് ഡിസ്മിസ്. രമേശ്, മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് ഇത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3-4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ?
അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാതെ എന്ത് ചെയ്യും മാഡം? എന്റെ പരസ്യക്കട മുത്തപ്പനാണ് ഇത് നുണ. മണ്ണ് വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോടെ ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കരാ, മൊയിലാളി. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആശുപത്രിയും ടെക്സ്റ്റൈൽസും ജുവലറിയും ഒക്കെ ചുമ്മാ എടുത്തോടാ പരമേശ്വരൻ പണിക്കരെ എന്ന് പറഞ്ഞ് ആ പരമേശ്വരൻ തന്നതാണേ. അവിടെ കേറിയ ആ പന്ന കളിക്കുന്നത്. സർ, വന്ന കാര്യം പറയണം. അത് കറക്റ്റ്. ഇനി ഞാനായിട്ട് പെറ്റീഷൻ തരാത്തോണ്ട് ആ നാറിയെ പിടിക്കാനൊത്തില്ല എന്ന് പറയണ്ട. ദാ തന്നിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി എന്റെ കടകളിൽ കയറി ആണ്ടവൻ തണ്ടി. ഭഗവാനെ നിന്നെയല്ല കേട്ടോ, കട്ടുപിടിച്ച സകല വിവരങ്ങൾ ഇതിലുണ്ട്. മോളവൻ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമന്മാര് കുറെ നോക്കിയത് അലവലാദികൾ, വിട്ടി കൂഷ്പാണ്ഡങ്ങൾ, സർക്കാരിന്റെ ശമ്പളം ഞൊട്ടി നുണയാൻ, ഡമ്മി കളിക്കാനും അല്ലെ ഇവന്മാരെ കൊണ്ട് കള്ളനെ പിടിക്കാറിയോ? മൈൻഡ് യുവർ വേർഡ്സ്. ഒന്ന് ഇറങ്ങി പോണം മിസ്റ്റർ. ഈ സ്റ്റേഷനിൽ സാറിരിക്കുന്ന കസേരയ്ക്ക് മേലെ ഒരു കസേര ഉണ്ട്, CI കസേര. അവിടെ ഇരിക്കാൻ വടക്കുന്നൊരാള് പുറപ്പെട്ടിട്ടുണ്ട്. അറിയാം, പണിക്കർ എന്ന വലിയ കച്ചവടക്കാരന്റെ മകൻ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സാറിന് തീരെഴുതി കിട്ടിയിട്ടില്ലല്ലോ. മിടുക്കത്തിയാണല്ലോ മോളെ. അവനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് എടുക്കാമെങ്കിൽ ഈ സ്റ്റേഷൻ തീരെഴുതി മേടിക്കാൻ ഈ പണിക്കർക്ക് കഴിയും. കാരണവന്മാർക്ക് അടുപ്പിലും ആകാമെന്ന് കേട്ടിട്ടില്ലേ? പണിക്കരും ഒരു കാരണവരാ, ഈ ടൗണിന്റെ കാരണവര്. മിഴിച്ചു നോക്കാതെ കാരണവരുടെ പരാതി തീർത്തോട്. അല്ലെങ്കിൽ എന്റെ മോൻ വടക്കൂന്ന് വരുമ്പോ കാരണം ബോധിപ്പിക്കാൻ നീട്ടി വലിച്ചടിച്ചു കൊടുക്കേണ്ടി വരും. സല്യൂട്ട്. വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെ ആണ്ടവന്റെ താവളം? പോലീസ് ആണ്ടവൻ എവിടെ വെച്ചാ നമ്മൾ കണ്ടിട്ടാന്ന് പറഞ്ഞിട്ടാ. ഒരു സിനിമ നീ സിനിമ നടനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അഭിനയിക്കുന്ന വേഷത്തിൽ ഇവിടേക്ക് വരണം. ഡോക്ടറെങ്കിൽ ഡോക്ടർ, പോലീസെങ്കിൽ പോലീസ്. അതെ മോളെ, ഞങ്ങൾ ഈ അമ്മയും മോനും തമ്മിൽ വെറുതെ ഒരു കാര്യം. ഈ കുടുംബത്തിൽ ഇത്തിരി കലാവാസനുള്ളത് ഇവനാ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ അസൽ മമ്മൂട്ടിയാ ഇവൻ, മമ്മൂട്ടി. മാറി നിൽക്കത്തള്ളേ. എന്റെ കർത്താവേ. മേഡം കഞ്ചാവ്. ഹലോ, കഞ്ചാവോ? ഇതന്നെ കഞ്ചാവല്ല. എന്ത് ചതി പറ്റിയതാ? എവിടെ നട കഞ്ചാവ്? ഇതന്നെ കഞ്ചാവല്ല. ഈ കോളിൽ കഞ്ചാവ് ആ ഒരുത്തൻ. ദേ നിൽക്കണവൻ. പോലീസ്. നീയല്ലടാ ആണ്ടവന്റെ ഫ്രണ്ട് മായൻകുട്ടി. എവിടെടാ ആണ്ടവൻ? എനിക്കറിയില്ല. നീ പറയും മൈനെ. ആണ്ടവൻ എവിടെയാ? ആണ്ടവനോ? എനിക്കറിയാവുന്ന ഒരേ ഒരു ആണ്ടവനാ. പക്ഷേ ദേ അന്യജാതിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കടക്കാറേ. കള്ളനാണ്ടവനെ നിനക്കറിയില്ല? കൊള്ളനും എന്റെ കുടിയിൽ വന്ന ചൂലും കെട്ടെടുക്കും ഞാൻ, ചൂലും കെട്ട്. ഈ മറിയാമ്മയുടെ ശബ്ദം കേട്ടാൽ ഈ പരിസരത്തെ ഒരു പട്ടി പോലും കുരക്കില്ല എന്റെ സാറേ. നായിന്റെ മോനെ അതി തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ഏതോ പുതിയ പട്ടിയായിരിക്കും. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? മേഡം, ഇവിടെ അവിടുത്തെ മറ്റേ സെക്സ് വർക്കർ. നിന്റെ കച്ചവടം എവിടെ വെച്ച് തന്നെയാണോടി? അതിപ്പോ നല്ല തിരക്കുള്ളവരാണെങ്കിൽ ഇവിടെ വരും, അല്ലാത്തൊരു കൂട്ടിക്കൊണ്ടു പോവും. കളിച്ചിട്ട് വാ കേട്ടോ. സാറന്മാർക്ക് അറിയേണ്ടത് ആണ്ടവൻ എവിടെയാണെന്നല്ലേ? ഇവിടെ വരാറുണ്ട്. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒടയതമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി വന്നാൽ തന്നെ ഞങ്ങൾ ആരും കാണിച്ചു തരാനും പോണില്ല. ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സംശയമെങ്കിൽ കേറി തപ്പിക്കോ സാറേ. പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോകരുതെന്ന് മാത്രം. മതി മതി, അധികം നാവാടല്ലേ. രാത്രി നേരത്തെ സരസനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ
ഏമാമാര് തേനലിക്കുന്ന വർത്താനാ പറയാറ്. അത് മുടക്കല്ലേ. നിന്നെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ, നീ വലിയ യൂണിയൻ മെമ്പർ ആയി പോയില്ലേ. ഏമാനിപ്പൊ തൊട്ട് നോക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാ. മര്യാദയ്ക്ക് സംസാരിക്ക. പോലീസ് അന്വേഷിക്കുന്നവരെ ചേരിയിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ സൂക്ഷിച്ചോ. സകലരും കേറി ഇറങ്ങിയിട്ട് വരും സ്റ്റേഷനിലേക്ക്. വരണം. വളയിട്ട കൈ കൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വന്നു. നീ ഇവിടെ ഇരിക്ക്. നീ പോയി ഒരു ചായ എടുക്ക്. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരി കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണം. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവർ ഒരുപാട് തല്ലുവേടാ. ഒരു പുറമെ തല്ലി ചതക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തിപ്പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത് ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കൈ പോവില്ല. ഉറപ്പാടാ. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. എടി കുറയ്ക്കാൻ എന്റെ അണ്ടാടാകാൻ വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവ, ഒന്ന് നിർത്ത്. ഇനി വെച്ചാൽ ഞാൻ ഉടഞ്ഞു. പിന്നെ ഉപ്പിട്ട് കൊരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർനോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ ദേ പണിക്കരെ, ഇത് അവസാനത്തെ വാണിങ്ങാ. അല്ലെങ്കിൽ പതച്ച തമ്പുരാനാണ്. പാടുപെടും, പെടാപ്പാടുപെടും. വാ തുറക്കാൻ. എന്താണോ തന്റെ തൊണ്ടയിലെ ഓട്ടെറിഞ്ഞു പോയോ? മരുന്ന് കുടിക്കണോ? ഈശ്വര, ഇവിടെയും താമസക്കാരെത്തിയോ? അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട. തന്റെ സൂക്കാട് പെട്ടെന്ന് മാറും. അത് ശരിയാവില്ലല്ലോ. ചന്ദ്ര, അച്ഛന് മരുന്ന് കൊടുത്തല്ലോ അല്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാനിത് മുടക്കോ? സോറി അച്ഛാ, ഇത്തിരി ലേറ്റായി. ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും വന്നു ഓരോ മാരണങ്ങള്. പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു. ദ ഡേ ഓഫ് ഇൻസ്പെക്ടർ ശ്രീരേഖ. അപ്പൊ ഇന്ന് മുതൽ കള്ളന് കാവല് പോലീസായി നടത്തും. സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റർ ആരാണെന്ന് അറിയോ? പഴയ പണിക്കര് സാറ്. എന്റെ കണ്ണു വല്ലതും കണ്ടാവോ? അയാൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ അച്ഛാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു. വിത്ത് പ്രൊമോഷൻ, CI. വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കലക്കി. ചായ. എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ്. ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി, അവിടെ ഒരു റെയ്ഡ്. ആണ്ടവന്റെ ശരിക്കുള്ള താവളത്തിലെ മോളെ നീ ഇപ്പൊ കയറി കഞ്ഞി വെക്കണത്. അച്ഛൻ നോക്കിക്കോ, ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽ പെടും. പെടും, നീ പെടാപ്പാട് പെടും. ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ. എന്റെ ആദ്യ ദിവസം ഞാൻ മോശമാക്കില്ലല്ലോ ഗംഗാധരൻ പോലീസ്. ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര? ഇട്ടു. അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല. ഇനി താ. ഇങ്ങോട്ട് വരാൻ. പതുക്കെ.
തേവരുടെ സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ. അന്ന് വെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന്. അത് പണിക്കർക്കും കുടുംബത്തിനും വെട്ടിവിടുങ്ങാനുള്ളതല്ല. അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ. നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും. ആയിക്കോട്ടെ ഭവാനി, കടത്തിനെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല. കള്ള് കച്ചവടം പോലെ തന്നെ അമ്പലമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്റ്റേഷനിലേക്ക് ഒത്തിക്കൊത്തി നീ അമ്പലത്തിൽ കയറി കൊട്ടാൻ തുടങ്ങിയല്ലടാ. സാർ എന്തായി പറയുന്നേ? ആഹാ പൊട്ടം കളിക്കാ. അയ്യോ, അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേരെ കൊണ്ടുപോകരുത്. ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് പോരായിരിക്കും. മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്തിട്ട് നീ എങ്ങനെ വലിയ ആളാണ്ടട്ടാ കള്ളന്റെ മോനെ. വേണ്ട മുരുക, വേണ്ട. മൊട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തന്തയുടെ പണി തുടങ്ങി. അല്ലടാ നായിന്റെ മോനെ. എന്താ സാറേ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ആഹാ, അത് ശരി. അപ്പൊ മോന്റെ കുളവധികാരം അറിഞ്ഞില്ല. എവിടെയാ സ്കൂൾ ബാഗ്? മോനെ മോനെ. ആഹാ, ഇയാള് കൊള്ളാമല്ലോടാ. ഇതെവിടുന്നാടാ? എനിക്കറിയില്ല അമ്മേ. പണിക്കരുടെ മോന്റെ മാലയായത്. ഇത് മോൻ കെട്ടതോ അതോ തന്ത ചട്ടതുകൊണ്ട് മോനെ കൊണ്ട് കട്ടടിപ്പിച്ചതോ? പറയടി. ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. നല്ലവനാകാനുള്ള 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പയറ്റി തെളിഞ്ഞ കള്ളൻ എന്ന് ആര് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിഞ്ഞോട് നിന്നെ. നീ വാ. ഇല്ലമായ കുട്ടി, എന്റെ നഷ്ടങ്ങൾ വലുതാ. എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു. കടപുഴകി വീണില്ലേ ഗംഗാധരം പോലീസ്. ഇനിയുള്ളത് അവരാ. ആ പക ഒറ്റത്തച്ചിന് തീരില്ല. പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരുങ്കള്ളന്മാരെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവൻ കക്കും. അവരെ ഞാൻ കട്ടും മുടിക്കും. അതിനെ കള്ളൻ എന്ന പേരിന്റെ സങ്കടം എന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. നീ ഒലത്തും. ജീവനോടെ നിർത്തി പുഴുങ്ങുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛനൊന്ന് ക്ഷമിക്ക്. എന്തായാലും ബന്ധു. അപ്പൊ പിന്നെ 6 വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം? ഇതെനിക്ക് വിട്ടേക്ക്. കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചതല്ലേ. എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം. ഞാൻ ഒരു ശേഷം പറയട്ടെ, അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. എന്താ അച്ഛന് പേടിയുണ്ടോ? പണ്ടങ്ങാണ്ട് മുമ്പിൽ ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരിയല്ലേ ഇളക്കി വിട്ടതാ ആണ്ടവൻ. കറക്റ്റ്. കുനിഞ്ഞ് ഷൂസിന്റെ നൂല് കിട്ടുമ്പം ഇപ്പോഴും വരുവനാ വേദന. അതെ. അയ്യോ, മൊബൈൽ അടിക്കാനോ അർമാന്തിച്ച് കിടക്കാനോ അല്ല. നിന്നെ കൊണ്ട് എന്താടാ പ്രയോജനം? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എല്ലാ പണക്കാരുടെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോൻ ഷർട്ടും പാന്റും ചുള്ളിക്കണ്ടിട്ട് അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ അടിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൻ ഏത് നേരത്തെ സദാശിവ ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഇടയ്ക്കേറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സത്യവതി. പരാതി കൊടുക്കാൻ ചെന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അറിയാം, അവള് ഗംഗാധരം പോലീസിന്റെ മകളല്ലേ. ആ, തന്തയുടെ ഉശിരൽപ്പം കാണും. ഇപ്പോഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായത്. ചെറുപ്പം മുതൽ എനിക്ക് അവനിവിടെ അവളുണ്ട്. ഇപ്പോ ഇവിടെയും. സീമോനെ, അത്താഴം മുടക്കാൻ നീർക്കോലിയും മതി. അതെ, പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ? അതും പട്ടാപ്പകല് 4 പേരെ കാണെ. ശരി സർ. മാഡം, ഗീതാ തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട്. കമോൺ. എന്താ പ്രശ്നം? 50
ഫ്രീ ടിക്കറ്റ് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലി. ഇപ്പൊ ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുക. ജീപ്പി കയറാൻ. പട്ടാപ്പകല് വനിതാ എസിയെ തെരുവുകൊണ്ട് റേപ്പ് ചെയ്തു എന്ന് പത്രത്തിൽ അച്ചടിച്ചു വരാത്തത് ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം. ടൈസൺ ജോർജ് എന്ന തെരുവുകൊണ്ട പോലീസിന് നേരെ കൈ ഉയർത്തിയെങ്കിൽ അത് ആരുടെ ഒത്താശയും സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഓഹോ, എങ്കിൽ ചെല്ല്, അവനെ പിടിച്ച് ലോക്കപ്പിലിട്. അങ്ങനെ തെളിയിക്ക് കാക്കിയിട്ട പോലീസിന്റെ ഉശിര്. ചന്തമുക്കിൽ മീൻ കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തം മാത്രം പോരാ പെങ്ങളെ, ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ പഴയ പോലീസ്. തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മലവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 1,800 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരമ്മക്ക് തരാൻ മേല. അവള് പോലീസ് ആയെങ്കിൽ ഞാൻ പൗരനാടോ, അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ, തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ല. അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ, ഇപ്പൊ തരാം, ശരിയാക്കി തരാവേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലൽപ്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ ഇനി കിട്ടിയിരുന്നു. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ ഓ, ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി, അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ. ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കിൽ മോനെ, നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും, ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയിടായാലോ. നിന്റെ അപ്പം എന്ന് പറയോടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂസിനെന്നൊന്നും അറിഞ്ഞിരിക്കണ്ടേ?
ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദക്ക് ജോലി നോക്കാൻ വന്ന ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പനക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ഏട്ടാ? ചന്ദ്ര, പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ, ഇതെന്താ? എന്താ ചന്ദ്ര? എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കാം. ദൈവം തമ്പുരാൻ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ആണ്ടവന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറ് ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ. എന്താ കയ്യില്? മൊബൈല്. ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ? എല്ലാം പെട്ടെന്നായിരുന്നു. എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അമ്മയുടെ നമ്പർ എത്രയാ? 1 2 3 4 5 6 7. മതി. ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും. വിളിച്ചു നോക്കട്ടെ. ഹലോ, സ്പൈഡർമാന്റെ അമ്മയല്ലേ? അപ്പൊ ചാല, നിങ്ങൾ എന്തു പണിയെ കാണിച്ചേ? നിങ്ങൾ മോനെ കാണാൻ വരാന്ന് പറഞ്ഞ
എന്നാ വരാ? അടുത്ത ആഴ്ചയോ? മതി, ഞാൻ വരണേ. മോൻ കാത്തിരിക്കുക. ഓക്കെ 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 അല്ലേ? ഓക്കെ. ഇനി ദീപനെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ടേ. നോക്കടാ കോണിക്കുട്ടി, കാലക്കി. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി? അറസ്റ്റ് റെക്കോർഡ് ചെയ്തോ? ഏതായാലും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക്. ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കയറട്ടെ. സർ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ആണ്ടവന്റെ അറസ്റ്റ് എന്താ? അറസ്റ്റ് നടന്നില്ലേ? ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ 48 മണിക്കൂറായിരുന്നു അനുവദിച്ച സമയം. ഓർമ്മയുണ്ട് സർ. ഓഹോ, അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പിൽ കയറി വാതിലടയ്ക്കുമെന്നോ? ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു? സർ, സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും. ചേരിക്കടുത്ത് 4 പോലീസുകാരെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. Then what happened? പണ്ട് പുലിയെ പിടിക്കാൻ നായാട്ടിനിറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടൊന്ന് തെളിയിക്കാൻ 2 പൂടെയെങ്കിലും പെറുക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്? നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ശ്രീരേഖ മോളെ, ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ. ഇത്തിരി ഉള്ളപ്പം മുതൽ നീ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ച നിനക്കറിയില്ലല്ലേ? കള്ളൻ എന്ന നാണക്കേട് മറയ്ക്കാൻ അമ്പലക്കുളത്തി ചാടിച്ചത്ത വേലായുധന്റെ മകൻ മുരുകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ല അല്ലേ? അവനെ വിലങ്ങ് വെക്കാൻ നിന്റെ കൈ പൊങ്ങില്ല. സോ ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു. പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണടി. കൈക്കരുത്തും നെഞ്ചുറപ്പുള്ള ആണുങ്ങൾക്ക്. പിടിക്കാനുള്ള പോലീസിനെ മൂടിയെടുത്ത് മൂടിയിട്ട് കുട്ടിയെടുത്ത് മുകളിൽ വെക്കണം. കുട്ടിയെടുത്ത് മൂടിയെടുത്ത് മുകളിൽ വെക്കാം. എന്തെങ്കിലും മൂടാ പള്ളി. പിള്ളേരെ ടൗണിൽ കുപ്പിയും പാട്ടും പെറുക്കി തെരുവിൽ സാധനങ്ങളും വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ. ആണ്ടവന്റെ വാനരപ്പട അല്ലേ? അവന്റെ ഉള്ളിൽ നീയാണ്, നിന്റെ ഉള്ളിൽ അവനാണ്. നിങ്ങൾ രണ്ടുണ്ടിങ്കോലാപ്പിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ. അത്രയെങ്കിലും സ്വയം കിട്ടൂലോ. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എടി കുത്തി മലത്തിക്കളയും ഞാൻ. ഭാസ്കരോ, ആ പറഞ്ഞൊന്ന് പിറ്റാടാ. അങ്ങോട്ട് മാറി. എന്താ നിന്റെ മറ്റപ്പാറ കച്ചവടത്തിന് എന്റെ പിള്ളേരെ കൊണ്ടുപോയാണ്ടില്ല. അതായിരുന്നു കാര്യം. അത് പിന്നെ പോലീസുകാരെ കൈ പിടിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തല്ലേ. പോലീസുകാർക്ക് കൈ പിടിക്കാൻ എന്റെ കുട്ടികളെ കിട്ടിയോ?
ഇവൻ എന്താ ചെയ്ത? ഇത് തല്ലിയോ ചത്തുവോ? ചാവട്ടവൻ ഈ ചെറ്റെന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ടോണിക്കുട്ടി കൊണ്ട് ടവലിൽ കഞ്ചാവ് വിൽപ്പന നടത്തി. എടാ പന്നി. അത് പിന്നെ അവനെന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവനും നിന്റെ കൂടെ പറഞ്ഞ് നീ കൊണ്ടുപോടാ പന്നി. അതെ പറഞ്ഞേക്ക് വേണ്ട മതി എടാ ഞാൻ പറഞ്ഞേക്ക് ഇനി അടിച്ച ചാവും കേറിപ്പോടാ പണ്ടാളാർക്കാൻ നിങ്ങളെ വലിവുള്ള കാര്യം നീ മറന്നുപോയോ? ഛേ, ഒന്നിപ്പോലും ആ ഭാസ്കരനെ ഞാൻ വെറുതെ കാര്യം ഭാസ്കരൻ ചെയ്ത് തിണ്ടിത്തരോ. പക്ഷെ 10-12 വയസ്സായ നിന്റെ പിള്ളേർക്ക് അറിഞ്ഞൂടെ കഞ്ചാവെന്ന് പറഞ്ഞ യൂക്കാലിയല്ലെന്ന്. എല്ലിന്റെ ഇടയിൽ പോത്തറച്ച് കുത്തി കയറുമ്പോഴേ ഇക്കിളിയാണ്ടോ പന്നികൾക്ക് പോയി വല്ല പണിയെടുക്കാൻ പറഞ്ഞ പന്നികളോട് ഇരുന്ന് തിന്നുമ്പോഴേ ഇതിന്റെ അപ്പുറം ചെയ്യും. ഇനി ഒറ്റണത്തിൽ തന്നെ കണ്ണുമെട്ടത്ത് കണ്ടുപോരുത്. കടന്നു നോക്കോ എടാ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജയിൽ തന്നെയാ. വല്ല കട്ടോ പിടിച്ചു പറിച്ചോ പോക്കറ്റ് അടിച്ചോ കഞ്ചാവ് വെച്ചോ എന്തെങ്കിലും പണ്ടാറടങ്ങി അതിനകത്ത് കയറി പറ്റാൻ നോക്ക്. പോടാ ഇന്നിങ്ങനെ ഉണ്ടാവില്ല ഉറപ്പ്. ആദ്യമായിട്ടല്ലേ. ഇനി മുതൽ മായൻകുട്ടികളുടെ ഇസ്തിരി പണിക്ക് പോയിക്കോളാം ഞാൻ. പടച്ചോനെ അപ്പം നീ എന്നെ കബറടക്കാൻ തീരുമാനിച്ചാ? ചെല്ല് എല്ലാരും പോയി ഇതിൽ കഴിക്കാൻ നോക്ക്. ഓ തുടങ്ങി വധൂരി. ആ ഇന്ത്യൻ ഓഫാക്കാൻ നോക്കിയേ ചെല്ലി. എന്തടാ എനിക്കൊറ്റ കിടക്കാൻ പേടിയാ. അപ്പൊ നിന്റെ ശാരിച്ച് ചേച്ചിയോ? ചാച്ചി ചേച്ചി ബിസിയാ. അയ്യോടാ അഞ്ഞോ മോനും ആടാ ചക്കരല്ലേടാ വാ വന്നോ കാലമോടെ മനുഷ്യ സമാധാനായിട്ടൊന്ന് കടന്നു ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. സിൽമാനാണ് പോലെ സിൽമാനാണ്. ഞാനാണമ്മേ രൂപേഷ് കുമാർ. അമ്മ പറഞ്ഞില്ലേ അഭിനയിക്കുന്ന വേഷത്തിൽ വന്നാൽ വിശ്വസിക്കുള്ളൂ എന്ന്. ഞാനേ ബ്രേക്കിന്റെ സമയത്ത് ചാടി പോവാനാ. സമയല്ല പോട്ടെ. ആണ്ടവൻ നീ 1.25 കിലോ ശരീരം വെച്ച് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ കണ്ടൂല്ലേ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇടയ്ക്ക് ഇവിടെ വരുമ്പോ സ്മോള് കൊണ്ടുവരിക, അതിന്ന് 2 അടിക്കുക, തിരിച്ചു പോവുക, കമാന്ന് 2 അക്ഷരം മിണ്ടൂല്ല. ഇറങ്ങിക്ക ഞാൻ